പഠിക്കണം എന്നോർത്ത് ഇപ്പോഴും മടി പിടിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ന് പഠിക്കാം നാളെ പഠിക്കാം എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഇനി ഒട്ടും സമയം വൈകണ്ട. ഇനി പഠിച്ചാൽ പോലും നിങ്ങൾക്ക് 10th പ്രിലിംസ് പാസ്സാകാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 28-ാം തീയതിയാണ് പരീക്ഷ, ഇനി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ? എങ്ങനെ കിട്ടാനാണ് ഈ 2-2.5 ആഴ്ച കൊണ്ട്? തീർച്ചയായിട്ടും ഇനി മനസ്സ് വെച്ചാൽ പോലും 10th പ്രിലിംസ് പാസ്സാകാനായിട്ട് ഉറപ്പായിട്ട് സാധിക്കും. കാരണം ഇതൊരു പ്രിലിമിനറി പരീക്ഷയാണ്. നമ്മൾ വിചാരിക്കുന്ന അത്ര വലിയ ടോപ്പിക്കുകളും കാര്യങ്ങളൊന്നും ഈ ഒരു 10th പ്രിലിംസിന് പഠിക്കാനായിട്ട് ഇല്ല. നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. 4 ഘട്ടങ്ങളായിട്ടാണ് 10th പ്രിലിംസ് നടക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഘട്ടം ഡിസംബർ 28-ാം തീയതിയാണ്. മറ്റ് 2 ഘട്ടങ്ങൾ ജനുവരിയിലും 1 ഘട്ടം ഫെബ്രുവരിയിലും, അങ്ങനെ ടോട്ടൽ 4 ഘട്ടമായിട്ടാണ് ഈ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഇനി മനസ്സ് വച്ചാൽ പോലും 28-ാം തീയതി പരീക്ഷ ഉള്ള ഒരു വ്യക്തിക്ക് പോലും 10th പ്രിലിംസ് പാസ്സാകാനുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് അത് ഉപയോഗിക്കണമെന്ന് മാത്രം. ഞാൻ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതിയാകും. ഒന്ന്, നിങ്ങൾ സിലബസ് ഒന്ന് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുകയോ ചെയ്യുക. ഇതിൽ സോഷ്യൽ സയൻസ്, സയൻസ്, മാത്സ് ഇത്രയും സബ്ജക്റ്റുകൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. വേറെ ഇംഗ്ലീഷോ മലയാളമോ IT അനുബന്ധ വസ്തുതകളോ ഒന്നും ഈ ഒരു പ്രിലിംസിൽ പഠിക്കാനില്ല. സോഷ്യൽ സയൻസിൻ്റെ കാര്യങ്ങൾ, കുറച്ച് GK പോർഷനുകൾ, സോഷ്യൽ സയൻസ് തന്നെ കുറച്ച് GK പോർഷൻസ്, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, അതുകൂടാതെ മാത്സിൽ മെൻ്റൽ എബിലിറ്റിയുടെ പോർഷൻസ് ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ മാത്സും കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ 10th പ്രിലിംസിനകത്ത് എങ്ങനെയാണ് നിങ്ങൾ 3 കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ, നിങ്ങൾ ടൈം ടേബിൾ ഒന്ന് സെറ്റ് ചെയ്യുക. അതായത് കുറച്ച് ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആക്കി ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇനി 10th പ്രിലിംസിന് വേണ്ടി പഠിക്കാനായിട്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സിലബസ് ഒന്ന് എടുക്കുക. ആ സിലബസിനെ ആദ്യം ജസ്റ്റ് സിലബസ് വായിച്ച് നോക്കുക. സിലബസിലെ ഓരോ ടോപ്പിക്കും എടുത്ത് കഴിയുന്ന രീതിയിലുള്ള പോർഷൻസ് ഒന്ന് കവർ ചെയ്ത് പോവുക എന്നാണ് ഒന്നാമത്തെ കാര്യം. ഇനി എവിടെ നിന്ന് ഈ നോട്ടൊക്കെ തപ്പിയെടുത്ത് പഠിക്കും, അങ്ങനെ ഒരു ടെൻഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ 10th പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടും ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സുകൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും 4 ക്ലാസ് വെച്ച് നിങ്ങൾ കണ്ടുപോയാൽ മതിയാകും. 4 ക്ലാസ് വെച്ച് ഒരു ദിവസം കണ്ടുപോയാൽ പോലും ഈസി ആയിട്ട് സിലബസും കംപ്ലീറ്റ് ചെയ്യാം. വേണമെങ്കിൽ 1-2 തവണ റിവിഷൻ നടത്താൻ പറ്റും. ഒരു തരത്തിലുള്ള മാറ്റം ഇല്ല. നിങ്ങൾ നോക്കിക്കോ, 10th പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡും ടൈം ടേബിൾ ബേസ്ഡായിട്ടുള്ള ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസം 4 ക്ലാസ്സുകൾ വെച്ച് നിങ്ങൾ കണ്ടുപോയാൽ മതിയാകും കേട്ടോ. അത് വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടക്കമാണ് അത് ചെയ്തേക്കുന്നത്. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു ദിവസം 2 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്കൗട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്കൗട്ട് ചെയ്യുക എന്നതാണ്. ഇനി ഏതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം? 2024-ലെയും 2023-ലെയും മുൻവർഷ ചോദ്യപേപ്പറുകളാണ് 10th പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന മുൻവർഷ ചോദ്യപേപ്പറുകൾ. 2024 ഏകദേശം 26 പരീക്ഷകളാണ് 10th പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി ആയിട്ട് PSC നടത്തിയിട്ടുള്ളത്. 23-ലെ 25ഓളം പരീക്ഷകളും. ഇതിൻ്റെ എല്ലാം തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് PDF സെറ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കത് നൽകുന്നതായിരിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ 10th പ്രിലിംസ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും റെഡിയാക്കിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മെസ്സേജ് അയക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് നൽകുന്നതായിരിക്കും. അത് നോക്കി പഠിച്ചാൽ പോലും ഉറപ്പായി നിങ്ങൾക്ക് പാസ്സാവാനായിട്ട് സാധിക്കും. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു കാര്യം, നിങ്ങളപ്പോൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളത് വായിച്ചൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് വീഡിയോ ഒന്ന് ഓണാക്കി വെച്ചാൽ മതി. ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നതായിരിക്കും. അത് കേട്ട് പോയാലും മതിയാകും. മറ്റൊന്ന്, ഞാൻ പറഞ്ഞല്ലോ 2024-2023 മുൻവർഷ ചോദ്യപേപ്പർ സെലക്ട് ചെയ്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. മെസ്സേജ് അയച്ചാൽ മതി. മറ്റൊന്ന്, SCERT പാഠപുസ്തകങ്ങളാണ്. 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും പാഠപുസ്തകങ്ങൾ. അതിൽ 5, 7, 9 പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്. മാറിയ പാഠപുസ്തകങ്ങളും നിലവിലുള്ള പാഠപുസ്തകങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന പാഠപുസ്തകങ്ങൾ നിങ്ങൾ പഠിക്കണം. അതിൽ 6,
അതുപോലെ തന്നെ 8, 10 പാഠപുസ്തകങ്ങൾ മാറിയിട്ടില്ല. ഇനി എല്ലാ പാഠപുസ്തകങ്ങളും പഠിക്കാൻ എവിടെ സമയമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാഠപുസ്തകങ്ങളെല്ലാം പഠിക്കേണ്ടതില്ല. സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും 10th പ്രിലിംസിനോട് സിലബസിനോട് സിമിലാരിറ്റി വരുന്ന പാഠപുസ്തകങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അത് ഏതൊക്കെയാണെന്ന് ഞാൻ സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ പാഠപുസ്തകങ്ങൾ നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി. ഇനിയിപ്പോൾ ആ വീഡിയോ ഒക്കെ തപ്പിയെടുത്ത് ഇനി ആ പാഠപുസ്തകങ്ങളൊക്കെ എപ്പോൾ പഠിക്കാനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനും വഴിയുണ്ട്. SCERTയുടെ പാഠപുസ്തകങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ PYQ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ ഒരു ചോദ്യം 4 ഓപ്ഷൻ ഉണ്ടാകും, ഏതാണ് റൈറ്റ് ആൻഡ് ടിക്ക് ചെയ്ത് കൊടുത്തേക്കുന്ന രീതിയിൽ SCERT മുഴുവൻ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച് പോയി SCERT കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അതിനും വഴിയുണ്ട്. അപ്പോൾ അത് SCERT വേണമെങ്കിലോ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റോ അതുപോലെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കോ വേണമെന്നുണ്ടെങ്കിൽ നൽകുന്നതായിരിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് 10th പ്രിലിംസ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് പാസ്സാവാനായിട്ട് സാധിക്കും. എല്ലാ ദിവസവും നമ്മൾ ടൈം ടേബിൾ അടിസ്ഥാനത്തിലും സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടൈം ടേബിൾ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഇട്ടേക്കുന്ന ടൈം ടേബിൾ എന്ന് പറയുന്നത്. എല്ലാ ദിവസങ്ങളും കൃത്യമായിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് വരികയാണ്. ഇതൊക്കെ പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മടി വിചാരിക്കേണ്ട. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മതി. ഇനിയും മടി പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയമാണ്, നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള സമയമാണ് പോകുന്നത്. നാളെ PSC പല മാറ്റങ്ങൾ വീണ്ടും കൊണ്ടുവരും. അന്ന് പഠിച്ചിരുന്നെങ്കിൽ അന്ന് ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ട് പിന്നെ കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിനോട് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം വിനിയോഗിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു ആത്മാർത്ഥമായിട്ടൊരു 4-5 മണിക്കൂർ മാറ്റി വെച്ചാൽ പോലും ഇനിയും നിങ്ങളെക്കൊണ്ട് പറ്റും, നിങ്ങളെക്കൊണ്ട് തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി. അതിനുവേണ്ട ഫുൾ സപ്പോർട്ട് നൽകുന്നതായിരിക്കും. മെസ്സേജ് ചെയ്താൽ മതി, നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾ ജസ്റ്റ് പഠിക്കുക എന്നൊരു ദൗത്യം മാത്രമേ ഉള്ളൂ. അപ്പം മറക്കണ്ട, അതിൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് 10th പ്രിലിംസിൻ്റെ ഗ്രൂപ്പാണ്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്.